ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റാന്നിക്കാൻ മച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് വളരെ സന്തോഷകരമായ ഒരു വാർത്തയുമായിട്ടാണ്. നമ്മുടെ ചാനൽ 10K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്. 2020 ഏപ്രിൽ 17 തീയതിയാണ് റാന്നിക്കാരൻ മച്ചാൻ എന്ന ഈ യൂട്യൂബ് ചാനൽ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ആദ്യം ഒരു രസത്തിന് വേണ്ടി ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തതാണ്. പിന്നീട് ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോസ് ഇട്ടു. അതിന് നിങ്ങൾ വളരെയധികം സപ്പോർട്ടാണ് എനിക്ക് തന്നത്. അതുകൊണ്ട് മാത്രമാണ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചത്. ചാനൽ തുടങ്ങി 2 വർഷം കൊണ്ട് തന്നെ 9K സബ്സ്ക്രൈബേഴ്സ് എത്താനായി സാധിച്ചു. എന്നാൽ അത് കഴിഞ്ഞ് 6 മാസത്തോളം ഞാൻ നാട്ടിലായിരുന്നു. ആ സമയത്ത് യൂട്യൂബ് ചാനലിൽ വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. അങ്ങനെ ഒരു 6 മാസത്തോളം നമുക്ക് തീരെ സബ്സ്ക്രൈബേഴ്സ് വന്നില്ല. അതിനുശേഷം തിരിച്ച് കുവൈറ്റിലെത്തിയതിന് ശേഷമാണ് വീണ്ടും വീഡിയോസ് റെഗുലറായിട്ട് ഇട്ട് തുടങ്ങിയത്. പിന്നീട് തായ്ലാൻഡിലെത്തിക്കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള വീഡിയോസും കൂടി വന്നപ്പോഴേക്കും നമുക്ക് ഒരു 3 മാസം കൊണ്ട് തന്നെ 600-700 സബ്സ്ക്രൈബേഴ്സ് വന്നു. അങ്ങനെ നമ്മൾ 10Kയിലെത്തി. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിക്കുന്നു. ഇനിയും നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് എൻ്റെ ചാനലിന് ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് തായ്ലാൻഡിലെ വ്യത്യസ്തമായ കുറച്ച് കാര്യങ്ങളാണ്. ആ വ്യത്യസ്തമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. ഇത് അവിടെ വീടുകളിൽ വളരുന്ന ഒരു ചെടിയാണ്. വെള്ള കളർ പൂവാണ്. അതിമനോഹരമായ ഒരു ചെടി തന്നെയാണ്. വീടിന് അഴകും ഭംഗിയും നൽകുന്ന ഒരു പൂവാണ് ഇത്. അതുപോലെ ഇവിടെ കണ്ടുവരുന്ന ബാക്കിയുള്ള പൂക്കളെ നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ നാട്ടിലെ പഴയ കോളാമ്പി ചെടിയോട് സാമ്യം തോന്നുന്ന രീതിയിലുള്ള ഒരു ചെടിയാണ്. അതിൻ്റെ പൂവാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വ്യത്യസ്തവും മനോഹരവും കണ്ണിന് ഒരു കുളിർമ നൽകുന്നതുമായ ചെടികളാണ് ഇവിടെ ഉള്ളത്. ഈ മഞ്ഞ ചെടി കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിന് ഒരു പ്രത്യേക അനുഭവം നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഇത് നിറച്ച് പൂവാണ്. ഇനി നമ്മൾക്ക് കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോഴത്തേക്കിന് ഇവിടുത്തെ മറ്റൊരു കാഴ്ചയാണ് ഇവിടുത്തെ തെങ്ങും തോപ്പുകൾ. നിറച്ച് തേങ്ങ കൊലച്ച് നിൽക്കുന്ന തെങ്ങും തോപ്പാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഫീല് തോന്നത്തക്ക രീതിയിലുള്ള ഒരു തെങ്ങും തോപ്പാണിത്. കാരണം സൈഡിലൂടെ വെള്ളത്തിൻ്റെതായ ഒരു തോട് പോകുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ തോടിൻ്റെ കരയ്ക്ക് തെങ്ങ് വളർന്നു നിൽക്കുന്ന അതേ ഇത് തന്നെയാണ്. ഈ തെങ്ങെല്ലാം നല്ല രീതിയിൽ കായ്ച്ചു നിൽക്കുകയാണ്. അതിമനോഹരമായ ഒരു ദൃശ്യം തന്നെയാണിത്. ഇനിയും കാണിക്കാൻ പോകുന്നത് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. ഇവിടുത്തെ ഓപ്പൺ സ്വിമ്മിംഗ് പൂളാണ്. ആർക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ സ്വിമ്മിംഗ് പൂളിൽ വരികയും ഇവിടെ നമുക്ക് നീന്തുകയും എല്ലാം ചെയ്യാവുന്നതാണ്. വളരെ ശുദ്ധമായ വെള്ളം തന്നെയാണ്. ഇത് എല്ലാ ദിവസവും വെള്ളം ചേഞ്ച് ചെയ്യുന്ന ഒരു സ്വിമ്മിംഗ് പൂള് തന്നെയാണ്. അതിമനോഹരമായ ഒരു പൂളാണിത്.
ഈ കാണുന്നത് ഇവിടെ വഴിയോരത്ത് വാക്കിംഗ് കഴിഞ്ഞ് ക്ഷീണിക്കുമ്പോൾ നമുക്ക് ഇരിക്കത്തക്ക രീതിയിലുള്ള ഇരിപ്പിടം ക്രമീകരിച്ചിരിക്കുന്നതാണ്. തടി കൊണ്ട് സെറ്റ് ചെയ്തിരിക്കുന്ന അതിമനോഹരമായ ഒരു ഇരിപ്പിടം തന്നെയാണിത്. മെയിൻ റോഡിനോട് ചേർന്ന് തന്നെ ഒരു കൈ റോഡാണ്. ആ കൈ റോഡിൽ കൂടി ആൾക്കാർക്ക് വാക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇരുന്ന് വിശ്രമിക്കാനും എല്ലാം ഉള്ള സൗകര്യമുണ്ട്. അതുപോലെ സൈക്ലിങ്ങുമായിട്ടും സൈക്കിൾ ചവിട്ടാനും എല്ലാമായിട്ടാണ് ഈ റോഡ് ക്രമീകരിച്ചിരിക്കുന്നത്. ഞാനും ഇതുവഴി സൈക്കിളിലാണ് വന്നത്. എൻ്റെ സൈക്കിളാണ് അവിടെ നിങ്ങൾ കണ്ടത്. ഇതാണ് ഇവിടുത്തെ വിശേഷം. ഇനി നമുക്ക് ഇത് കഴിഞ്ഞ് മുന്നോട്ട് പോകാം. ഇനി ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് തോന്നിയത് ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡിനെ പറ്റിയാണ്. അത് എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. അതായത് ഇവിടെ ട്രാൻസ്ഫോമർ വെച്ചേക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 സൈഡിലായിട്ട് ട്രാൻസ്ഫോമർ ഒരു പോസ്റ്റിൽ വെച്ചിരിക്കുന്നു. ഇവിടെ നിന്നാണ് എല്ലായിടത്തോട്ടുള്ള കണക്ഷൻ ഇവിടെ നിന്നുള്ള പോയിരിക്കുന്നത്. ഇത് കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായി തോന്നും എന്താണ് ഇതിനകത്ത് ഒരു പ്രത്യേകത ഉള്ളതെന്ന്. എന്നാൽ ഇതിനകത്ത് ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് കാണാനായിട്ട് വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടു നോക്കുക. നമ്മുടെ നാട്ടിൽ കറണ്ടിൻ്റെ മീറ്റർ വെച്ചിരിക്കുന്നത് ഓരോ വീട്ടിലും വീടിൻ്റെ സൈഡ് കോർണറിലോ എവിടെയെങ്കിലും പുറത്ത് എവിടെയെങ്കിലും ആയിട്ടാണ്. എന്നാൽ ഇവിടെ ഓരോ വീട്ടിലേക്കുള്ള മീറ്റർ വെച്ചിരിക്കുന്നത് അതിൻ്റെ ഫ്രണ്ടിലുള്ള പോസ്റ്റിലാണ്. 2 വീട്ടിലെ അടുപ്പിച്ചുള്ളതാണെങ്കിൽ 2 മീറ്ററായിട്ട് അപ്പുറത്തും ഇപ്പുറത്തും അല്ലെങ്കിൽ 2 സൈഡിലായിട്ട് മുകളിലും താഴെയായിട്ടും 2 വീട്ടിലെ ഇത് കൊടുക്കാറുണ്ട്. ഇത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം വീട്ടിൽ ആളില്ലെങ്കിലും മീറ്റർ റീഡിംഗ് എടുക്കുന്നവർക്ക് മീറ്റർ റീഡിംഗ് എടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷം അവിടെ ആ പേപ്പർ വെച്ച് കഴിഞ്ഞിട്ട് അവർക്ക് പോകാവുന്നതാണ്. അത് വീട്ടുകാർ വന്ന് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ബില്ലടിക്കാവുന്നതാണ്. നമ്മുടെ നാട്ടിൽ റീഡിംഗ് എടുക്കാൻ വരുമ്പോഴത്തേക്കിന് വീട്ടുകാരെ കണ്ടില്ല എന്നുള്ള പ്രശ്നം പലപ്പോഴും വരാറുണ്ട്. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം വരാറില്ല. ഇനി ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇവിടെ വഴിയോരത്ത് വെച്ചിരിക്കുന്ന എക്സസൈസ് ചെയ്യാനായി വെച്ചിരിക്കുന്ന ഒരു തടിയാണ്. ഇത് എങ്ങനെയാണ് ഇവിടെ എക്സസൈസ് ചെയ്യേണ്ടതെന്നുള്ളത് വ്യക്തമായിട്ട് ഈ ബോർഡിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. ഓരോ വെയ്റ്റിനനുസരിച്ചാണ് ഈ തടി എടുത്ത് വെച്ചിരിക്കുന്നത്. ഓരോ പ്രായക്കാർക്കും എത്ര വെയ്റ്റുള്ള തടി വരെ എടുത്ത് എക്സസൈസ് ചെയ്യാം എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഞാനും ഇതുവഴി വരുമ്പോൾ ഇതെടുത്ത് എക്സസൈസ് ചെയ്യാറുണ്ട്. എനിക്കത് മൊബൈലിൽ പകർത്താൻ പറ്റത്തില്ല. കാരണം എൻ്റെ കൂടെ വേറെ ആരുമില്ല, ഞാൻ തന്നെ ഉള്ളതുകൊണ്ട് അത് പകർത്താൻ പറ്റാത്തതുകൊണ്ടാണ് അത് പകർത്താതിരുന്നത്. ഈ കാണുന്നത് നമ്മുടെ നാട്ടിലെ വാളംപുളിയാണ്. ഇതിലെ പുളി ഇപ്പോൾ ഇല്ല. അവിടെ ഇവിടെയായിട്ട് 1-2 പുളി മാത്രമാണുള്ളത്. ഞാനത് സൂം ചെയ്ത് കാണിക്കാം. വാളംപുളി നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് പുളി പറിച്ച് തിന്നുക, അത് കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ നെല്ലിക്ക തിന്നുക, അത് കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുക. ഇതൊക്കെ ബാല്യകാലത്തിൻ്റെ ഒരു ഓർമ്മകൾ തന്നെയാണ്. ഈ കാണുന്നത് മറ്റൊരു ടൈപ്പിലുള്ള എക്സസൈസ് ചെയ്യാനായി വെച്ചിരിക്കുന്ന ഒരു തടിയാണ്. ഇവിടെ ആദ്യം എനിക്ക് മനസ്സിലായില്ല എങ്ങനെയാണ് എക്സസൈസ് ചെയ്യേണ്ടതെന്ന്. പിന്നീട് അതിൻ്റെ സൈഡിൽ തന്നെ ബോർഡിൽ അവർ വ്യക്തമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് നമ്മൾ എങ്ങനെയാണ്. ഇരുന്നുകൊണ്ടുള്ള എക്സസൈസാണ്. എങ്ങനെ ചെയ്യാമെന്നത് വ്യക്തമായിട്ട് ഈ പടത്തിൽ നോക്കി നമുക്ക് ചെയ്യാവുന്നതാണ്.
ഇത് കണ്ടപ്പോൾ എനിക്കും ഒരു ഇൻട്രസ്റ്റിംഗ് തോന്നി. അതുകൊണ്ട് ഞാനും കുറച്ച് നേരം ഇവിടെ ഇരുന്ന് എക്സസൈസ് ചെയ്തു. അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് തിരിച്ചു പോയത്. ഈ കാണുന്നത് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ദൃശ്യമാണ്. ഇത് ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു വേലിപ്പാലം പോലെ കെട്ടിയിരിക്കുന്നു. അത് കണ്ടപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് തോന്നി. അതുകൊണ്ട് പകർത്തിയതാണ്. പഴയ കാലത്തുള്ള വേലിപ്പാലം വെച്ചുള്ള പാലം പോലെ തന്നെ പണിതിരിക്കുന്ന ഒരു പാലമാണ്. ഇതിൻ്റെ നടുക്കൂടെ ചെറിയൊരു തോടുണ്ട്. അതിൻ്റെ അക്കരെ ഇക്കരെയായിട്ടാണ് 2 വീടിരിക്കുന്നത്. അങ്ങോട്ട് പോകാനായിട്ടാണ് ഒരു വേലിപ്പാലം നിർമ്മിച്ചിരിക്കുന്നത്. ആ വീടിൻ്റെ പരിസരത്ത് കമുകും തെങ്ങും എല്ലാം നിൽപ്പുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ വീടിൻ്റെ പരിസരത്ത് നല്ല ചെടികളും എല്ലാം നിൽപ്പുണ്ട്. അതിമനോഹരമായ ഒരു കാഴ്ചയാണിത്. ഇനിയും തായ്ലാൻഡിലെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ സ്വിച്ചിൻ്റെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ സ്വിച്ച് ഓൺ ചെയ്യുന്ന രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ സ്വിച്ച് ഓഫ് ആകുകയും ഓഫ് ചെയ്യുന്ന രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ സ്വിച്ച് ഓൺ ആകുകയും ചെയ്യും. അത് വളരെയധികം ഇൻട്രസ്റ്റിങ്ങും വളരെ രസകരമായ ഒരു സംഭവമാണ്. ആദ്യമായിട്ട് വരുന്നവർക്ക് ഇത് ഭയങ്കര കൺഫ്യൂഷനാകും. എനിക്കും ആദ്യം കുറേ ദിവസങ്ങളിൽ കൺഫ്യൂഷനായിരുന്നു. പിന്നെയാണ് ഇത് മനസ്സിലായി തുടങ്ങിയത്. നമ്മൾ ഓർക്കാതെ നാട്ടിൽ ചെയ്യുന്ന രീതിയിൽ ഓഫ് ചെയ്ത് കിടക്കുമ്പോൾ ഓർക്കാതെ ഓണാണല്ലോ എന്ന് വിചാരിച്ച് ഓഫ് ചെയ്യാനായിട്ട് പോകും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വ്യത്യസ്തവും ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു പുതിയ വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.